ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോണിൽ ലഭ്യമായിട്ടുള്ള ഒരു ജോബ് ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 𝗙𝗔𝗿 എന്നാണ് ഇതിൻ്റെ പേര്. നിലവിൽ നമുക്ക് ഈ ഒരു ജോബ് ഓഫർ കേരളത്തിൽ ലഭ്യമല്ല. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഈ ഒരു ജോബ് ഓഫർ ആമസോൺ നൽകുന്നുണ്ട്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ മറുനാട്ടിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ജോബ് ചെയ്തുകൊണ്ട് പെർ ഡേ ഒരു 120 മുതൽ 140 റുപ്പീസ് വരെ പെർ അവർ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു മണിക്കൂറിന് 120 മുതൽ 140 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ആമസോൺ പറഞ്ഞിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 വീലർ വേണം, അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് വേണം, അതേപോലെ വണ്ടിയുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അന്യ നാടുകളിലൊക്കെ പോയിട്ട് പഠിക്കുന്നവരുണ്ടാവും. എസ്പെഷ്യലി ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈ ഒരു ഓഫർ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ ക്ലാസ് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഈ ജോബ് ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു ഇൻകം വരുന്ന രീതിയിൽ ഈ ഒരു ഓഫറിനെ അവർക്ക് പ്രയോജനപ്പെടുത്താം. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല, കാരണം ഇത് എല്ലാവർക്കും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരൊരു ഫോം തരുന്നുണ്ട്. ആ ഒരു ഫോം നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആമസോൺ ഫ്ലെക്സ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, സിറ്റി, പിൻകോഡ്, മൊബൈൽ നമ്പർ തുടങ്ങി ഒട്ടുമിക്ക ഡീറ്റെയിൽസ് നമ്മൾ നൽകണം. ഇപ്പം നിലവിൽ ഈ ഒരു സൗകര്യം അവർ നൽകുന്നത് അവർക്ക് എസ്പെഷ്യലി ആമസോണിൽ ഒരു 2 വീലർ ഡെലിവറിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു ജോബ് ഓഫർ നൽകുന്നത്. പക്ഷേ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് സമയത്ത് വർക്ക് ചെയ്യാം. എസ്പെഷ്യലി സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫറാണ്. മാത്രമല്ല ചില ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ചിലപ്പം 8 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. പലപ്പോഴും പല ഷിഫ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ടൈം ഉണ്ടാവും. അത്തരത്തിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഓഫറാണ് ആമസോൺ നൽകുന്നത്. അപ്പോൾ ഇത് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ജയ്പൂർ, ചെന്നൈ, പൂനെ, പട്ന, ലക്നൗ, അഹമ്മദാബാദ്, കോയമ്പത്തൂർ, കാൺപൂർ, ഗാസിയാബാദ്, കൊൽക്കത്ത, ചണ്ഡീഗഡ്, വിശാഖപട്ടണം, ഗുർഗാൺ ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ഒരു ഓഫർ ഉള്ളത്. ഒരു പക്ഷേ മേ ബി കൊച്ചിയിലേക്കൊക്കെ ഫ്യൂച്ചറിൽ ഇതേക്ക് വരാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് കിട്ടുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ആപ്പ് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫുൾ നെയിം, അതേപോലെ തന്നെ സിറ്റി ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നൽകേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഇതെല്ലാം അവർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് ഇതിനെല്ലാം അപ്രൂവൽ തരിക. ഇമെയിൽ എന്നുള്ളത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇമെയിൽ കൊടുക്കാം. ഇനി വെഹിക്കിൾ ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്ക് 2 വീലർ ഉണ്ടെങ്കിൽ 2 വീലർ കൊടുക്കാം, അല്ലെങ്കിൽ 3 വീലർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കാറോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 വീലർ വെച്ചൊന്ന് പ്രൊസീഡ് ചെയ്യാം. അപ്പം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ കൊടുത്തപ്പം ഡൗൺലോഡ് ദ ആപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു APK ഫയലാണ് കേട്ടോ, കാരണം ഇത് പ്ലേ സ്റ്റോറിൽ അവർ ചെയ്തിട്ടില്ല, APK ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫയൽ നമ്മുടെ ഡിവൈസിന് ഹാൻഡ് ചെയ്യും എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഗൂഗിളിൻ്റെ. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75 MB ആണ് ഈ ഒരു ആപ്പ് ഉള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് 2 വീലർ വേണം, അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഉണ്ടായിരിക്കണം, ആൻഡ്രോയിഡ് ഫോൺ വേണം. മിനിമം 2 GB റാമുള്ള ആൻഡ്രോയിഡ് ഫോണാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ അവരുടെ എക്സിക്യൂട്ടീവ് നമ്മളെ കോൾ ചെയ്ത് അവർ ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആമസോൺ ഫ്ലെക്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിൽ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു ഫുൾ ടൈം ജോബാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ നമുക്കൊരു ഫുൾ ടൈം ജോബായിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിതിൽ ഈ ഡെലിവറി ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഈ ഒരു ടാസ്ക് തരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ മാത്രമേ നമുക്ക് ബ്ലോക്ക് കിട്ടുള്ളൂ. ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ പല സമയത്തും പല ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സമയങ്ങളിൽ നമുക്കൊരു പക്ഷേ നല്ല ജോബ് കിട്ടിയേക്കാം. നല്ല ജോബല്ല, നല്ല ഒരു ഓർഡേഴ്സ് കിട്ടിയേക്കാം. ഓർഡർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കിതൊരു ഈ ഒരു ആമസോൺ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഫുൾ ടൈം ജോബായിട്ട് ഓപ്റ്റ് ചെയ്യാൻ നല്ല ഓപ്ഷൻ അല്ല. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ മൊബൈൽ ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിലവിൽ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. വലിയ സിറ്റികളിലൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതാണ്. ആമസോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് സൈൻ ഇൻ വിത്ത് ആമസോൺ. നിലവിൽ നമുക്കുള്ള ആമസോൺ അക്കൗണ്ട് വെച്ചിട്ട് നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ നിലവിലുള്ള ആമസോൺ അക്കൗണ്ട് വെച്ച് തന്നെയാണ് സൈൻ ഇൻ ചെയ്യുന്നത്. സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പെർമിഷൻസ് റിക്വയർഡ് ഫോർ ഡെലിവറി വിത്ത് ആമസോൺ. അപ്പോൾ നമ്മൾ കുറച്ച് പെർമിഷൻസൊക്കെ നമ്മൾ കൊടുക്കണം. ആ പെർമിഷനൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളിതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഹൈദരാബാദാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് അല്ല, ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലായിരിക്കണം. പിന്നെ 2 വീലർ ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ട്. പിന്നെ പാൻ കാർഡ് മസ്റ്റാണ്. അപ്പോൾ പാൻ കാർഡ് മസ്റ്റാണെന്ന് പറയാൻ കാരണം ഇതിൽ നമുക്ക് വരുന്ന വരുമാനം നികുതിക്ക് വിധേയമാണ്. അതായത് 1% അവർ ടാക്സ് പിടിക്കും. ഇപ്പോൾ ഒരു വീക്ക്ലി എല്ലാ വെനസ്ഡേയുമാണ് അവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. ഡെയിലി പേയ്മെൻ്റ് അല്ല, എല്ലാ ബുധനാഴ്ചയാണ് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് 1000 രൂപ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 990 റുപ്പീസാണ്. അതായത് 1% അവർ ടാക്സ് ആയിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പാൻ കാർഡൊക്കെ വളരെ മസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്തതിനു ശേഷം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ വായിച്ച് നോക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ കറണ്ട് അഡ്രസ്സ്, പിന്നെ സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വിൻഡോ കിട്ടുന്നതിനായിട്ട് റഫായിട്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് GST രജിസ്ട്രേഷൻ ഇൻഫർമേഷനും പിന്നെ ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GST ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ഇൻഷുറൻസ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസ് ആണ് അടുത്ത വിൻഡോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ പാൻ കാർഡ് നമ്പർ ആയിരിക്കും ഹോപ്പ്ഫുള്ളി. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് പ്രോഗ്രസ്സിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഏതാണോ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ഇനി നമുക്കിതിൽ കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. ഈ ഒരു വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അതിനുശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ ഫ്ലെക്സിൽ നമുക്ക് ജോയിൻ ചെയ്യാനും അതുവഴി ആമസോൺ ഡെലിവറി നമുക്ക് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാനും സാധിക്കും. അതിലൂടെ ചെറിയ തോതിലുള്ള ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും.
മറുനാട്ടിലൊക്കെയുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പാർട്ട് ടൈം ജോബ് ഓഫറാണിത്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമസോൺ ഫ്ലെക്സിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.